എല്ലാവർക്കും എൻ്റെ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല കിടിലൊരു എരിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. വീഡിയോ കാണാം. എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക നല്ല വിളഞ്ഞ ചക്കയാട്ടോ, ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പം ഈ ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കക്കുരു വേണം. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം. ഇതൊരു അരമുറി തേങ്ങയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ആദ്യം ഈ ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് പിങ്ക് സോൾട്ട് ആണ്, കുറച്ചിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്ക നന്നായിട്ട് വെന്ത് കിട്ടാൻ ചക്കക്കുരു ഒന്ന് വെന്താൽ മതി. ചക്ക പെട്ടെന്ന് വെന്തോളും. ഒരു 3 വിസിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി. കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 വിസിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതൊന്ന് വെന്ത് വരട്ടെ. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന്, ഒരുപാട് കരഞ്ഞു കൊണ്ട ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ അരപ്പ് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് കരഞ്ഞു പോകരുത്, എന്നാൽ ജസ്റ്റ് എന്താ പറയുക, ഒട്ടും അരയാതെ ഇരിക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അതിൻ്റെ അരപ്പ് അരച്ചെടുക്കാനായിട്ട്. 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുക്കർ ഒന്ന് തണുക്കട്ടെ. കുക്കർ തണുത്ത് നമുക്ക് തുറന്ന് നോക്കാം. ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എരിശ്ശേരിയല്ലേ, അപ്പോൾ ഒരുപാട് തിക്കാവണ്ട, എന്നാൽ വെറും ലൂസും ആവരുത്. ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം അരപ്പ്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഇപ്പോൾ ഇച്ചിരി കുറവാണ്, എന്നെ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കണം, അല്ലെങ്കിൽ ഒരു പച്ച ചോര ഉണ്ടാവും. ജസ്റ്റ് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എരിശ്ശേരി ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം ഇതിലേക്ക്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. നമുക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നിറമാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങയും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കടുക് വറുത്തിടുന്നത്. അതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്. ഇനി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചക്ക എരിശ്ശേരി തയ്യാർ. ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ചക്ക എരിശ്ശേരി. നമ്മുടെ രുചികരമായ ചക്ക എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നല്ല വിളഞ്ഞ ചക്ക നോക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ഇപ്പൊ ചെറിയൊരു മധുരം കൂടി ഉള്ളത് കൊണ്ട് അടിപൊളി നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.